നീതി ആയോഗ്. എന്താണ് ഇതിൻ്റെ പ്രവർത്തനം? ലക്ഷ്യമെന്താണ്? എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്? നിലവിൽ ആരൊക്കെയാണ് നീതി ആയോഗിൽ ഉള്ളത്? ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് നീതി ആയോഗ് ലക്ഷ്യവും പ്രവർത്തനവും. എല്ലാവരും ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും സ്വാഗതം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായ സുപ്രധാന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഭാരത സർക്കാരിൻ്റെ ഒരു ഉപദേശക സമിതിയായിരുന്ന ആസൂത്രണ കമ്മീഷന് പകരം 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് സാങ്കേതികമായ ഉപദേശം നൽകുകയാണ് നീതി ആയോഗിൻ്റെ ചുമതല. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. വൈസ് ചെയർമാൻ നിലവിൽ സുമൻ ബെറി ആണ്. പ്രധാനമന്ത്രി അധ്യക്ഷനായ നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അംഗങ്ങളായിരിക്കും. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും അടങ്ങുന്നതാണ് നീതി ആയോഗ്. വിവിധ മേഖലകളിലെ അറിവും പ്രവർത്തന പരിചയവുമുള്ള വിദഗ്ധരെ പ്രത്യേക ക്ഷണിതാക്കൾ ആക്കും. ഫെഡറലിസത്തെ പരിപോഷിപ്പിക്കുകയും തുല്യവും പങ്കാളിത്തവുമായ സാമ്പത്തിക വികസനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായതാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ പ്രവർത്തനത്തിന് പ്രധാനമായും 2 ഹബ്ബുകളുണ്ട്. ഈ കേന്ദ്രങ്ങൾ നീതി ആയോഗിൻ്റെ 2 പ്രധാന ഉത്തരവാദിത്തങ്ങളെ പ്രതിനിധീകരിക്കുന്നു. നീതി ആയോഗ് നടത്തുന്ന വെബ് പോർട്ടലായ ഇന്ത്യ നോളജ് ഹബ്, അതായത് IKH, രാജ്യത്തുടനീളമുള്ള മികച്ച സമ്പ്രദായങ്ങൾ സംഭരിക്കാനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള ഒരു ശേഖരമായി പ്രവർത്തിക്കുന്നു. ടീം ഇന്ത്യ ഹബ് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലുകളെ ഏകോപിപ്പിക്കുന്നു. അതേസമയം നോളജ് ആൻഡ് ഇന്നവേഷൻ ഹബ്, അതായത് നീതി ആയോഗിൻ്റെ കഴിവുകൾ വികസിപ്പിക്കുന്നു. ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇത് വികസിപ്പിക്കുന്നു. ഇത് പിന്നീട് ഗവൺമെൻറ്റിൻ്റെ ഉയർന്ന തലങ്ങളിൽ ക്രമേണ അവരെ ഉൾപ്പെടുത്തുന്നു. സാമ്പത്തിക പുരോഗതിയുടെ പ്രയോജനം ലഭിക്കാത്ത പിന്നോക്ക സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. നീതി ആയോഗ് ഫലപ്രദമായ ഭരണത്തിൻ്റെ വിവിധ മേഖലകൾ ഉടനീളം സമഗ്രമായ വികസനത്തിലേക്ക് നയിക്കുന്നതിനുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായ പ്രവർത്തനം, പങ്കാളിത്ത സമീപനം, ശാക്തീകരണം, സമത്വം, സുതാര്യത എന്നിവ ഉൾപ്പെടുന്നു. നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങൾ തന്ത്രപരവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതും സർക്കാരിൻ്റെ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുന്നതും ആണ്. സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകൾക്കായി തന്ത്രപരവും ദീർഘകാലവുമായ നയങ്ങൾ രൂപപ്പെടുത്തുന്നു. നയങ്ങളും പ്രോഗ്രാമുകളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും അവയുടെ ഫലങ്ങൾ വിലയിരുത്തുകയും വേണ്ട തിരുത്തലുകൾക്ക് ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. മികച്ച രീതികളും പഠനവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്ഥാനങ്ങൾക്കിടയിൽ മത്സരാധിഷ്ഠിതമായ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അറിവ് പങ്കിടുന്നതിനും നീതി ആയോഗ് സൗകര്യമൊരുക്കുന്നു. ഇന്ത്യയുടെ വികസനത്തിന് ആഗോള വൈദഗ്ധ്യ വിഭവങ്ങൾ, മികച്ച കാര്യശേഷി എന്നിവ പ്രയോജനപ്പെടുത്തുന്നതിന് അന്താരാഷ്ട്ര സഹകരണവും പങ്കാളിത്തവും നീതി ആയോഗ് പ്രോത്സാഹിപ്പിക്കുന്നു. നീതി ആയോഗിൻ്റെ പ്രധാന സംരംഭങ്ങൾ ആണ് ആയുഷ്മാൻ ഭാരത്, ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അതായത് SDGs, പ്രാദേശികവൽക്കരണം എന്നിവ. കൂടാതെ അടൽ ഇന്നവേഷൻ മിഷൻ AIM, ദേശീയ പോഷകാഹാര മിഷൻ NNM എന്നിവയും നീതി ആയോഗിൻ്റെ ഭാഗമാണ്. രാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് നീതി ആയോഗ് നേതൃത്വം നൽകുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതായത് EODB, എളുപ്പത്തിലുള്ള ബിസിനസ് സംരംഭം, നിയന്ത്രണ സംവിധാനം ലളിതമാക്കാനും ഇന്ത്യയിലെ ബിസിനസ് അറ്റ്മോസ്ഫിയർ മെച്ചപ്പെടുത്തുന്നതിന് ലക്ഷ്യമിടുന്നു. ബ്യൂറോക്രസിയുടെ നൂലാമാലകൾ കുറച്ച് അംഗീകാരം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നൈപുണ്യ വികസനവും തൊഴിൽ സൃഷ്ടിക്കലും, കാർഷിക പരിഷ്കാരങ്ങൾ, നഗരവികസനവും സ്മാർട്ട് സിറ്റികളും, ആത്മനിർഭർ ഭാരത്, സ്വാശ്രയ ഇന്ത്യ മിഷൻ